ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാലു യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇവിടെയാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് യൂസുഫിൽ ഓരോ വചനങ്ങളും കുറേ വിഷയങ്ങളാണ്. സ്വഭാവ സംബന്ധിയായി, വിശ്വാസപരമായി, മര്യാദകളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, കർമ്മപരമായി, ആരാധനാപരമായി ഒക്കെയുള്ള വിഷയങ്ങൾ കുറേ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണിത്. അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് അതിൽ പലതും പറഞ്ഞു പോകുന്നത്. ഇവിടെ ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പ്രതികരിച്ചതാണ്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്കായി പാപമോചനത്തിന് തേടും. ഇന്നഹു, കാരണം എൻ്റെ റബ്ബ് അവൻ, ഹുവ അവൻ, അൽ ഗഫൂറുർ റഹീം എന്നാണ്. അവിടെ ഇന്നഹു അതെന്തിനാ? ഈ വിഷയം ഉണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ മാത്രം ഒരു വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അൽ ഗഫൂർ അർ റഹീം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ റഹീമുൻ എന്ന് 49 തവണ വന്നിട്ടുണ്ട്. ഇവിടെ അൽ ഗഫൂർ അർ റഹീം എന്നാണ്. എന്താ തമ്മിൽ വ്യത്യാസം? ഇതും വ്യത്യാസം. ഇത് ഇങ്ങനെ 7 തവണ വന്നിട്ടുണ്ട്. അൽ ഗഫൂർ റഹീം. ചിലർക്ക് ഗഫൂറൻ റഹീമൻ എന്നാണ്. 17 തവണ അല്ല 15 തവണ ഗഫൂറൻ റഹീമൻ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ റഹീമുൻ, അൽ ഗഫൂർ അർ റഹീം അല്ലെങ്കിൽ ഗഫൂറൻ റഹീമൻ, ഈ രണ്ട് അള്ളാഹുവിൻ്റെ അൽ ഗഫൂർ അർ റഹീം എന്ന നാമം ചേർന്ന് വന്ന് അൽ ഗഫൂർ അർത്ഥമാക്കുന്നത് എന്താണ്? അൽ ഗഫൂർ അള്ളാഹുവിൻ്റെ അള്ളാഹു പൊറുക്കുന്നതിനെയാണ്. അള്ളാഹു പൊറുക്കുന്ന പാപങ്ങളുടെ ബാഹുല്യം, ആധിക്യം, അതേപോലെ അള്ളാഹു പൊറുക്കുന്നവരുടെ ബാഹുല്യം, ആധിക്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്ന പാപങ്ങൾ ഉണ്ടല്ലോ, പാപങ്ങൾ ഉണ്ട്, പാപികളുണ്ട് അല്ലേ? പാപങ്ങൾ എത്രയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. ലൗ ബലഗത് ദുനൂബ് കനാന സമ എന്നാണ്. തെറ്റുകൾ സമായിലെ അനാൻ എന്ന് പറഞ്ഞാൽ കാർമുകിലുകൾ, കാർമേഘങ്ങളോട് തെറ്റുകൾ മുട്ടിയിട്ടുണ്ടെങ്കിലും, അത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും ഗഫർതു ഹലക് വല ഉബാലി, ഞാൻ പൊറുക്കും, ഞാൻ പ്രശ്നമാക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൗ അതൈതനി ബി ഖുറാബിൽ അർദ്, ഭൂമിക്ക് സമാനം തെറ്റുകളുമായി നീ എൻ്റെ അടുക്കൽ വരികയാണ്. എങ്ങനെ? സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ, നീ എന്നെ കണ്ടുമുട്ടുന്നു, നീ എന്നിലൊന്നും പങ്കു ചേർക്കാതെ, ശിർക്ക് ചെയ്യാതെ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, ഭൂമിക്ക് സമാനം മഗ്ഫിറത്തുമായി, പാപമോചനവുമായി ഞാൻ നിൻ്റെ അടുക്കൽ വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് അള്ളാഹുവിൻ്റെ ഈ ഗഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ എത്രയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ. പാപികൾ എത്രയാണെങ്കിലും, എത്ര പേരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊറുക്കും. അതുകൊണ്ടാണ് ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞ് വഇസ്സതിക വജലാലിക്, ഇബ്ലീസ് അള്ളാഹിനോട് പറയുന്നത് നിൻ്റെ പ്രതാപമാണ് സത്യം, നിൻ്റെ മഹത്വമാണ് സത്യം. ഞാൻ എന്ത് ചെയ്യും? മനുഷ്യന്മാരെ പഴപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്മാരെ ഞാൻ
പേപ്പിച്ചുകൊണ്ടിരിക്കും. അത് അന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഇബ്ലീസ് ചെയ്ത ഒരു പ്രതിജ്ഞയാണ്. അള്ളാഹിൻ്റെ ജലാലിനെ, അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ മുറുകെ പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പറയാണ്, ഞാൻ മനുഷ്യന്മാരെ പേപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതന്ന് മുതൽ ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ പേപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് വഇസ്സതി വജലാലി, എൻ്റെ മഹത്വമാണ്, എൻ്റെ പ്രതാപമാണ് സത്യം. ലഅസ്തഗ്ഫിറന്ന ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അസ്തഗ്ഫിറൂനി, അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം. അപ്പോൾ നോക്കിയാൽ ആദ്യാന്തം മനുഷ്യർ അവരൊക്കെയും തെറ്റ് ചെയ്തു. അള്ളാഹിനോട് അവർ പൊറുക്കലിനെ തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പൊറുക്കും. അപ്പോൾ പാപികളുടെ എണ്ണം എത്രയായാലും അള്ളാഹു പൊറുക്കും, പാപങ്ങളുടെ എണ്ണം എത്രയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല പൊറുക്കും. അതാണ് അൽ ഗഫൂർ. ഇത് ഫഊൽ വസ്നാണ്, സീഗത്തുൽ മുബാലഗ എന്ന് പറയും. അഗാധാർത്ഥ പ്രയോഗമാണ്, അഗാധാർത്ഥ പ്രയോഗം എന്നതിന് പറയാം. പിന്നെ സിഫത്ത് മുശബ്ബഹ എന്ന് പറയും വ്യാകരണത്തിൽ. നമ്മൾ വ്യാകരണം പറയുന്നില്ല, വെറുതെ പിന്നെ അർത്ഥം പറയുമ്പോഴാണ് ഗഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം മറക്കുന്നവൻ എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? പിന്നെ പാപം മറച്ചു പിടിക്കും. അന്ത്യനാളിൽ വിചാരണ ചെയ്യുമ്പോൾ പറയുമല്ലോ, സതർത്തുഹാ ലക ഫിദ്ദുനിയ, നീ ചെയ്ത തെറ്റുകൾ ദുനിയാവിൽ ഞാൻ മറച്ചു പിടിച്ചു. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അത് മറച്ചതുകൊണ്ടല്ലേ ആളുകൾ അറിയാത്തത്. നമ്മൾ ചെയ്ത തെറ്റുകൾ സ്വകാര്യതയിൽ ചെയ്തത് ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ആളുകൾ സലാം പറയുമോ? നമുക്ക് കൈ തരുമോ? നമ്മളെ മാനിക്കുമോ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അത് മറച്ചു പിടിച്ചു. അള്ളാഹ്ക്കറിയാതെ അങ്ങാടി പാട്ടാക്കാൻ, പക്ഷെ അള്ളാഹ് മറച്ചു പിടിച്ച്. അത് പറയുന്നത് അള്ളാഹു അത് പറയുന്നതാണ് പരലോകത്ത്. സത്തർത്തുഹാ ലക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ നിനക്കായി അത് മറച്ചു പിടിച്ചു. വഅഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാനത് നിനക്ക് വേണ്ടി മാപ്പാക്കുകയാണ്, പൊറുക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂർ എന്ന് പറയുമ്പോൾ പിന്നെ മിഗ്ഫർ എന്ന് പറയും. മിഗ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ തലയിൽ ധരിക്കുന്ന ശിരോകവചമാണ്, വാളിൻ്റെ വെട്ടേൽക്കാതിരിക്കാൻ ശിരോകവചനം മിഗ്ഫർ. അത് മറക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂർ എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ. അതേപോലെ തന്നെ ഗഫൂർ എന്ന് പറഞ്ഞെങ്കിൽ പൊറുക്കുന്നവൻ. എങ്ങനെ പൊറുക്കും? പാപികൾ എത്രയാണെങ്കിലും പൊറുക്കും. അതാണ് ഹജ്ജിൻ്റെ വിഷയത്തിൽ ഹാജിമാർ അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അറഫയിൽ നിൽക്കാൻ അവസരം തരട്ടെ, അൽഹംദുലില്ലാഹ്. പിന്നെ അറഫയിൽ ഹാജിമാർ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാജിമാർ അറഫയിൽ നിന്ന് പോണ സമയം അല്ലാഹു സുബ്ഹാനഹു വതആല ഹാജിമാരോട് പറയുന്നതാണ്, അഫീദു ഇബാദി, അടിയാറുകളെ അറഫയിൽ നിന്ന് നിങ്ങൾ ഇഫാദത്ത് നടത്തിക്കോളൂ, മുസ്ദലിഫയിലേക്ക് പോയിക്കോളൂ. മഗ്ഫൂറൻ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. വലിമൻ ശഫാഅത്തും ലഹു, നിങ്ങൾ ആർക്കൊക്കെ പൊറുക്കലിനെ തേടിയോ അവർക്കും പൊറുത്തിരിക്കുന്നു. അതേപോലെ തന്നെ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഹാജിമാരോട്, വലൗ കാനത് ദുനൂബുക്കും അദദ റംലി ഔ കസബദിൽ ബഹരി ലഗഫർതുഹാ ലക്കും, നിങ്ങളുടെ തെറ്റുകൾ മണൽത്തരികൾക്ക് എണ്ണമൊത്തതാണെങ്കിലും സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും ലഗഫർതുഹാ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തിരിക്കുന്നു. അപ്പോൾ തെറ്റുകൾ സമുദ്രത്തിലെ നുരകൾക്ക് സമാനം, മണൽത്തരികളുടെ എണ്ണം ആണെങ്കിലും തെറ്റ് ചെയ്തവർ അവരാണ് ഹാജിമാർ. അവർക്കും അവരാർക്കൊക്കെ വേണ്ടി തേടിയിട്ടുണ്ടോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, എല്ലാ മുസ്ലിമീങ്ങൾക്കും പൊറുക്കണേ, എല്ലാ മുസ്ലിമത്തുകൾക്കും പൊറുക്കണേ എന്നല്ല ദുആ ചെയ്യുന്നത്. അവയൊക്കെ പറഞ്ഞു വരുന്നത് പാപികളുടെ എണ്ണം എത്രയായാലും പാപങ്ങളുടെ എണ്ണം എത്രയായാലും ഒക്കെ പൊറുക്കുന്നവൻ, അതാണ് ഗഫൂർ. നബിസ്വലാസ്ലമത്തകൾ പറയണ, ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ ഒരു ജുംജുമ കണ്ടു എന്നാണ്. ജുംജുമ എന്ന് പറഞ്ഞാൽ തലയൊട്ടി കണ്ട്. അപ്പോൾ അയാൾ ആ തലയൊട്ടി നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ സ്വന്തത്തോടെന്ന പോലെ പറയാണ്, അൻത അൻത് അന അന അൻത അൻത് അന അന അൻതൽ അവ്വാദു ബിൽ മഗ്ഫിറ വ അനൽ അവ്വാദു ബിൽ ദുനൂബ്. ഞാൻ തെറ്റ് ശീലിച്ചവൻ, നീ മഗ്ഫിറത്ത് ശീലിച്ചവൻ. അള്ളാഹിനോട് പറയണേ. തലയൂട്ടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് പഠിച്ചവനെ കുറിച്ചുള്ള ബോധം വരികയാണ്. അപ്പോൾ അദ്ദേഹം അന അന അൻത അൻത്, ഞാൻ നീ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അൻതൽ അവ്വാദ് ബിൽ മഗ്ഫിറ, അള്ളാഹുവെ നീ മഗ്ഫിറത്ത് കൊണ്ട് ശീലിച്ചവനാണ്, ഞാനാകട്ടെ തെറ്റ് ശീലിച്ചവനുമാണ്. എന്നിട്ട് അദ്ദേഹം ഫഖറ ലില്ലാഹി സാജിദ് എന്നാണ്. അയാൾ അവിടെ ഒറ്റ സുജൂദിൽ വീഴാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറഞ്ഞു, ഇർഫഅ റഅസക് അനൽ അവ്വാദ് ബിൽ മഗ്ഫിറ അൻതൽ അവ്വാദ് ബിദ്ദുനൂബ് ഗഫർതുഹാ ലക്.
ഞാൻ പാപം പുറത്ത് ശീലിച്ചവനാണ്, നീ തെറ്റ് ചെയ്ത് ശീലിച്ചവനാണ്, ഞാൻ നിനക്ക് പുറത്തിരിക്കുന്നു, തല ഉയർത്താൻ പറഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഹിഹ് ഹദീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന് പിന്നെ വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്യാണ്, പിന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുകയാണ്. ആ പ്രയോഗം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ വിപുലമായ വിശാലമായ പാപമോചനത്തെയുമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ്. റഹീം ഇതേപോലെ തന്നെ ഗഫൂർ എന്നപോലെ തന്നെ റഹീം. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ നിറഞ്ഞ് കരുണ കനിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ വാസിയാത്തായ റഹ്മത്ത്, വിപുലമായ റഹ്മത്തിനെ അറിയിക്കുന്നു. വാസിലത്തായ റഹ്മത്ത്, നൽകുന്ന റഹ്മത്തിനെ അറിയിക്കുന്നു. അള്ളാഹു റഹ്മത്ത് ഉടയവനാണ്, റഹ്മത്ത് നൽകുന്നവനാണ്. റഹ്മത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമല്ലല്ലോ, ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമല്ലല്ലോ, അതെന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകരിക്കുമ്പോഴല്ലേ അതുകൊണ്ട് ഫലം. ചില ആളുകൾ സ്വന്തത്തിനും ഉപകരിക്കില്ല, മറ്റുള്ളവർക്കും ഉപകരിക്കില്ല, ആ രീതിയിലാണ് പടപ്പുകളെ അപേക്ഷിച്ച്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല വാസിഅത്ത്, വിശാലമായ വിപുലമായ റഹ്മത്തുള്ളവനാണ്. പിന്നെ വാസിലത്ത്, അത് കൊടുത്തനുഗ്രഹിക്കുന്ന നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എന്തുണ്ട്, അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്രയും തവണ ഈ രണ്ട് നാമങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരാൾക്ക് തെറ്റ്, അയാളുടെ തെറ്റ് പുറത്താൽ തന്നെ എത്രതാണ്, ഒരാൾക്ക് അയാളുടെ തെറ്റ് പുറത്താൽ തന്നെ അള്ളാഹു നൽകിയ എത്ര വലിയ ഔദാര്യമാണത്. കേവലം പുറത്തു. പക്ഷേ പുറത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്താ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലാക്കുകയാണ്. പിന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധ റഹ്മത്തുകൾ കനിയുകയാണ്. റഹ്മത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുകയാണ്. അപ്പോൾ പിന്നെ ഈ രണ്ട് നാമങ്ങൾ ചേർത്ത് പറയുമ്പോഴുണ്ടല്ലോ, അത് ചേർത്തതിനാൽ ആശയം വിപുലമായി പുതിയൊരാശയം അതിൽ വിരിയുന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു ഇത്രയൊക്കെ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്തിനാ? ആളുകൾ അള്ളാഹുവിനെ പ്രതീക്ഷ പുലർത്തി ജീവിക്കാനാണ്, അള്ളാഹിനോട് പൊറുക്കലിനെ തേടാനാണ്, അള്ളാഹിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശുദ്ധ വേദം കയ്യിലിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ട് ആളുകൾ ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമറ്റ വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി താങ്കളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതേപോലെ തന്നെ ഈ പിന്നെ നസാറാക്കളെ പോലെ പിന്നെ ഈ കുമ്പസരിക്കൂലെ, ഇതേപോലെ പിന്നെ ഈ പാപമോചനത്തേട്ടം പാപമോചനമൊക്കെ പടപ്പുകളുടെ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം അല്ലാഹുൽ മുസ്തആൻ. ഇവിടെ ഇതിൽ മറ്റൊരു വിഷയം, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഇതൊരു പിതാവിൻ്റെ മക്കളോടുള്ള പ്രതികരണമാണ്. വാപ്പ മക്കളോട് പ്രതികരിക്കണമാണിത്, അല്ലേ? ഇതിൽ നമുക്ക് ഉണ്ടല്ലോ തർബിയത്തിൻ്റെ വിഷയത്തിലുള്ള പാഠം എന്താ? വാപ്പാര് മക്കളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പടച്ച റബ്ബിൻ്റെ വിഷയത്തിൽ വിശിഷ്യ നിരാശപ്പെടുത്താൻ പാടുള്ളതല്ല. തെറ്റ് വന്നു, ഓക്കെ, ഇവിടുത്തെ തെറ്റ് നോക്കി നിങ്ങൾ, ഇവിടുത്തെ തെറ്റെത്ര ഗൗരവപ്പെട്ട. ഇവിടെ പിന്നെ യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്നാ കുന്നാ ഖാതിഈൻ, ഇവരെ അഗ്രി അല്ലേ അല്ലേ? അപ്പോൾ സൗഫ അസ്തഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞ്, ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞത്? യഗ്ഫിറു ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം പറഞ്ഞ എന്താ പറഞ്ഞത്? തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈന ഇൻ കുന്ന ലഖാതിഈൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിന്നെ ഇവർ പൊറുക്കലിനെ തേടാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു താങ്കൾക്ക് ഞങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചു, താങ്കളെ ശ്രേഷ്ഠപ്പെടുത്തി. ഞങ്ങൾ തീർച്ചയായും തെറ്റുകാരായിരുന്നു എന്ന് പറയുക ചെയ്തിട്ടുള്ളവർ. ഞങ്ങൾക്ക് പൊറുക്കലിനെ തേടണേ എന്ന് പറഞ്ഞിട്ടില്ല, വാപ്പാനോട് പറഞ്ഞതുപോലെ.
പറഞ്ഞത് മനസ്സിലാണ്ടോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങൾക്ക് വേണ്ടി എന്താ പറഞ്ഞത്? യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, വഹു അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞില്ലേ? സഹോദരങ്ങൾ യൂസുഫിനോട് പറഞ്ഞിട്ടില്ല എന്ത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞില്ല ഇതുപോലെ ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തരണേന്ന് പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങൾ തെറ്റുകാരായിരുന്നു എന്നുള്ളത് സമ്മതിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഞങ്ങൾക്ക് പൊറുക്കലിനെ തേടണേ എന്ന് ഇതുപോലെ അപേക്ഷിച്ചിട്ടില്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായിട്ടോ? പക്ഷേ ഇവിടെ നോക്കി, യാ അബാന ഇസ്തഗ്ഫിർ ലനാ, ബാപ്പാ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഈ സഹോദരങ്ങൾ തെറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ഒരേലേക്ക് സൂചന നൽകി. എന്താ തെറ്റ് ചെയ്തത്? വാപ്പയിൽ നിന്ന് അടർത്തി കൊണ്ടുപോയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അസൂയ വെച്ചു, കുറേ ദ്രോഹിച്ചു. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉടുപ്പ് പോലെ ഊരിയിട്ട് കിണറ്റിലേക്ക് ഇട്ട്. ഇതല്ലേ ആ അക്രമം? തുടക്കത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചെയ്ത അക്രമം അത് വലിയ അക്രമം തന്നെയാണ്, അതിൽ ഇഷ്കമില്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു അന്യായത്തിന് അപ്പോൾ വിധേയമായെങ്കിലും പിന്നീട് എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്താ ഉണ്ടായത്? അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് എടുക്കപ്പെട്ടു, മിസ്രിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടു. പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കൊക്കെ എന്താണ് പല ആശ്വാസങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതോ വാപ്പയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് മുതൽ പിന്നെന്താണ്? പിന്നെ കരച്ചിലാണ്, പിന്നെ ടെൻഷനാണ്. അദ്ദേഹം വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ, ദുഃഖഭാരത്താൽ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് വെളുത്തുപോയി എന്നാണ്, കാഴ്ച പോയി വെളുത്തുപോയി എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു വാപ്പ എത്തണമെങ്കിൽ എത്ര വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആ തുടർവേദനയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ശരിയാണ് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അതുമുതൽ വാപ്പയെ സംബന്ധിച്ചിടത്തോളം, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അതുമുതൽ തുടങ്ങി വേദന, കരച്ചിൽ അത് തുടരുകയാണ്. അപ്പോൾ ഈ മക്കൾ ഈ വാപ്പയോട് ചെയ്തത് ചെറിയ നിസ്സാരമായ തെറ്റല്ല. അതുകൊണ്ടാണ് വാപ്പനോട് എന്ത് യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബന എന്ന് പറഞ്ഞത്. അതങ്ങനെ തേടേണ്ട, ചോദിച്ച് വാപ്പയുടെ ഇസ്തഗ്ഫിർ ലനാ ദുനൂബന, താങ്കൾ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടണം എന്നാണ്. താങ്കൾ അള്ളാഹിനോട് തേടുന്നതിന് മുമ്പ് താങ്കൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു തരണം. അള്ളാഹ് പുറത്തു തരണമെങ്കിൽ എന്ത് വേണം? പടപ്പ് പൊറുക്കണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയോട് ചെയ്ത അന്യായം അത് അള്ളാഹു പൊറുക്കണമെങ്കിൽ എന്ത് വേണം? ഈ വ്യക്തി ആദ്യം പൊറുക്കണം. അപ്പോൾ ഇവിടെ ഇസ്തഗ്ഫിർ ലനാ ദുനൂബന എന്ന് പറയുമ്പോൾ വാപ്പാ നിങ്ങൾ ഞങ്ങളോട് മാപ്പാക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അള്ളാഹിനോട് തേടണം എന്നുള്ളത് ഇവിടെ വ്യംഗ്യമാണ്. കണ്ടോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവർ പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെട്ടില്ല. അതേസമയം വാപ്പയോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെട്ട അതിൻ്റെ കാരണം ഇതാണ്. കാരണം വാപ്പയോട് ചെയ്തത് അവരുടേത് കടുത്ത അക്രമമാണ്. ദീർഘനാൾ ഒരു ഉപ്പ കരഞ്ഞ് കഴിയാൻ ഈ മക്കൾ കാരണക്കാരായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദുആ വന്നത്. ഞാൻ എന്നിട്ടും നമ്മളുടെ വിഷയം ഇവിടെ അങ്ങനെ തെറ്റ് ചെയ്ത ആ മക്കൾ വാപ്പാക്ക് എന്തൊക്കെ അവരോട് പറയാം. പക്ഷെ വാപ്പ അള്ളാഹുവിൽ ഒരിക്കലും എന്ത് ചെയ്യണില്ല? ഈ മക്കളെ നിരാശപ്പെടുത്തണില്ല. അതാണ് ഒരു വാപ്പാൻ്റെ വിജയം, വാപ്പാൻ്റെ നാവിൻ്റെ ഗുണം, മനസ്സിൻ്റെ ഗുണം. ഇത്രമേൽ അന്യായം ചെയ്ത ഒരു മക്കൾ വാപ്പാൻ്റെ മുമ്പിൽ അവർ കുറ്റം ഏറ്റപ്പോൾ, അവർക്ക് നന്നാണമെന്നുള്ള ഒരു മനസ്സവർക്ക് വന്നപ്പോൾ വാപ്പ കണ്ടോ, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ സൗഫ പറഞ്ഞത് തന്നെ എന്തിനാണ്? നമ്മൾ പറഞ്ഞ് രാത്രിയുടെ അന്ത്യയാമത്തിലേക്ക് ആ സമയം നീട്ടിയതാണ്. ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ സഹറിൽ ഫജറിന് തൊട്ടുമുള്ള സമയത്തേക്ക്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലേക്ക്, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന സമയം ആ സമയത്തേക്ക് നീട്ടിയിട്ടാണ് പറഞ്ഞത് സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തേടും, പൊറുക്കലിനെ തേടും എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കണ്ടോ, ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വളർത്തലാണ്, പ്രത്യാശ ജനിപ്പിക്കലാണ്. ഇങ്ങനെയായിരിക്കണം
രക്ഷിതാക്കൾ പിന്നെ മക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് മക്കൾ തെറ്റുകാരാണെന്ന് അറിയുമ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പം ഇനി നമ്മളിപ്പോൾ ഒരു മാർഗദർശികൾ, ഉപദേശികൾ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെയൊക്കെ മുമ്പിൽ ഒരാൾ വീഴ്ചയുമായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഗുരുത്തം കെട്ടാണ്, ഇത് നന്നാവില്ല പിന്നെ എന്ന രീതിയിലുള്ള വിഷയമല്ല വേണ്ടത്. പിന്നെയോ അയാളെ അള്ളാഹുവിൽ പ്രതീക്ഷ വളർത്തി, പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് അയാളെ നന്നാക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. കണ്ടോ? അതുകൊണ്ടാണ് പിന്നെ ഈ കമാലുൽ നിഹായ, എന്താ കമാലുൽ നിഹായ എന്താ? കമാലുൽ നിഹായത്ത് എന്താ? നമ്മൾ മഷീദ് തുറന്ന നിഹായത്ത് എന്ന് പറഞ്ഞാൽ എൻഡ്, അവസാനം. കമാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണത, പിന്നെ ഒടുക്കത്തിലെ പൂർണ്ണത. പിന്നെ നഖ്സുൽ ബിദായ, നഖ്സ് എന്ന് പറഞ്ഞാൽ അപൂർണത. അൽ ബിദായ പറഞ്ഞാലോ, ബിദായ പറഞ്ഞാൽ തുടക്കം, ബിദായത്ത് തുടക്കം, നിഹായത്ത് ഒടുക്കം. നഖ്സ് പറഞ്ഞാൽ അപൂർണത, കമാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണത. നഖ്സുൽ ബിദായ തുടക്കത്തിലെ അപൂർണത, അതല്ല പരിഗണന. പിന്നെയോ കമാലുൻ നിഹായ ഒടുക്കത്തിലെ പൂർണ്ണതക്കാണ് പരിഗണന. ഈ സഹോദരങ്ങൾ നോക്കൂ നിങ്ങൾ, അവരുടെ തുടക്കം പൂർണ്ണമാണ് അപൂർണ്ണമാണ്? സഹോദരങ്ങളുടെ തുടക്കം അപൂർണ്ണമാണ്. അവരുടെ അന്യായങ്ങളും നമ്മൾ സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തീർത്തും അപൂർണ്ണമാണ്. പക്ഷെ അവരുടെ ഒടുക്കം എന്താ? പൂർണ്ണമാണ്. കാരണം എന്താ? അവർ നന്നായി, അവർ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്തു? മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, അവർ അള്ളാഹിനോട് ഇവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. അതാണ് പൂർണ്ണത. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ 10 പേർ, യഹൂദ മുതൽ ബിന്യാമീൻ വരെയുള്ള 10 പേർ, അല്ല 11 പേർ, ഇവർ അസ്ബാത്ത്, ഇവർക്കാണ് അസ്ബാത്ത് എന്ന് പറയുന്നത്. ഇവർ നബിമാരാണോ? അല്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇവർ ഒരിക്കലും നബിമാരല്ല. കാരണം നബിമാരുടെ അളവിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരുടെ നിലകളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രായപൂർത്തി എത്തിയിട്ടാണ് അവർ തെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഇസ്തിഗ്ഫാറിൻ്റെ വിഷയം വേണ്ടി വന്നത്. അതുകൊണ്ട് അവരൊരിക്കലും നബിമാരല്ല. കാരണം അവരിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്, നബിമാരിൽ നിന്ന് അങ്ങനത്തെ തെറ്റുകൾ വരില്ല. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇത് എന്താ പറഞ്ഞത്? അൽ ഇബ്റത്തു ബി കമാലിൻ നിഹായ ലൈസത്ത് ബിനഖ്സിൽ ബിദായ. പരിഗണന ഒടുക്കത്തിലെ പൂർണ്ണതക്കാണ്, തുടക്കത്തിലെ അപൂർണതക്കല്ല. അതുകൊണ്ട് തന്നെ ഒടുക്കത്തിൽ ഇവരാരാണ്? നല്ല മനുഷ്യന്മാരായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിനെ നബിമാരായിട്ട്, പിന്നീട് നബിമാരായിട്ട് ഇവർ പിന്നെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇനി അതിൻ്റെ തുടക്കത്തിൽ ഫലമ്മ ദഖലു അലാ യൂസുഫ ആവ ഇലൈഹി അബവൈ വഖാലു ദുഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനി. ഇവരുടെ തെറ്റുകൾ പറഞ്ഞപ്പോൾ ഈ തെറ്റുകളിൽ ഒരു ഈ ബുക്കാ ഉൽ വാലിദൈൻ മിനൽ ഉഖൂഖ്, ബുക്കാ ഉൽ വാലിദൈൻ മിനൽ ഉഖൂഖ്, ദ്രോഹം കാരണത്താൽ മാതാപിതാക്കളുടെ കരച്ചിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാപാപമായിട്ടാണ് എണ്ണിയത്. ഒരിക്കൽ ഈ തൈസല ഇബ്നു മയ്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, തൈസല ഇബ്നു മയ്യാസ്, അദ്ദേഹം ഖവാരിജുകളുടെ കൂട്ടത്തിലായിരുന്നു. നജ്ദാത്ത് എന്ന പേരിൽ ഖവാരിജുകളുടെ കൂട്ടത്തിലായിരുന്നു ഈ തൈസല. അദ്ദേഹം ഇബ്നു ഉമറിനോട് വന്നിട്ട് പറയാണ്, ഇബ്നു ഉമർ, ഞാൻ കുറേ വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം, വൻപാപങ്ങൾ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മാ ഹുന്ന, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവർ വൻപാപം ചെയ്താൽ തന്നെ അവർക്ക് എന്താ? അവർ ദീനിൽ നിന്ന് പുറത്ത്, നരകത്തിൽ ശാശ്വതത്വം, പിന്നെ അവർ വധശിക്ഷ അർഹിക്കുന്നവരാണ് വൻപാപം. അപ്പോൾ വൻപാപത്തിൻ്റെ വിഷയത്തിൽ അവരെത്ര കടുത്താണെങ്കിൽ ചെറുപാപം അവർക്ക് എന്താണ്? വൻപാപമാണ്. അതാണ് ഖവാരിജുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ തൈസല വന്നിട്ട് ഇബ്നു ഉമറിനോട് പറയുകയാണ്, ഞാൻ കുറേ വൻപാപം ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, മാഹുൻ, അത് ഏതൊക്കെയും ചോദിക്കാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്ത് തെറ്റുകൾ പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ പറയുന്നത് അതൊന്നും വൻപാപമല്ല, അതൊന്നും വൻപാപങ്ങളല്ല. വൻപാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുന്ന തിസ്ഉൻ 9 എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അൽ ഇശ്റാഖു ബില്ല, എന്തായാലും ഇശ്റാഖു ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. പിന്നെ അൽ ഇശ്റാഖു ബില്ല, അൽ ഫിറാറു പിന്നെ യൗമ സഹ്ഫ്, യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടൽ.
അതേപോലെ തന്നെ ഖദ്ഫുൽ മുഹ്സന, ഖദ്ഫുൽ മുഹ്സന പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തൽ, വ്യഭിചാരാരോപണം നടത്തൽ, പിന്നെ അക്കുലു റീബ പലിശ തിന്നൽ, അക്കുലു മാലിൽ യത്തീം യത്തീം കുട്ടികളുടെ സ്വത്ത് തിന്നൽ, അതേപോലെ തന്നെ അൽ ഇൽഹാദ് ഫിൽ മസ്ജിദ് പള്ളികളിൽ തെറ്റ് ചെയ്യൽ, പിന്നെ ഐ യസ്തസ്ഖിറ പരിഹസിക്കൽ മറ്റുള്ളവരെ പരിഹസിക്കൽ, പിന്നെ അവസാനത്തേത് നമ്മുടെ വിഷയം ബുക്കാ ഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളുടെ ദ്രോഹം കാരണത്താൽ മാതാപിതാക്കൾ കരയൽ. അങ്ങനെ തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചത്, ബുക്കാ ഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളുടെ ദ്രോഹം കാരണത്താൽ മാതാപിതാക്കൾ കരയൽ. ഇത് പറഞ്ഞതാണ് പിന്നെ ഈ തൈസലയോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അത് വൻപാപാണ്. അപ്പോൾ എന്നിട്ട് ഇബ്നു ഉമർ പറയാണ്, അദ്ദേഹത്തോട് പറയാണ്, തൈസല നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത്, നരകത്തിൽ നിന്ന് രക്ഷയാണോ വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ ചോദിച്ചു വാലിദാ കഹയ്യുൻ, താങ്കളുടെ വാപ്പിയമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉമ്മി ഇന്ദി, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലുണ്ട് എന്ന് പറയാണ് തൈസല, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ തൈസലയോട് ഇബ്നു ഉമർ പറയുകയാണ്, ഇദാ അലൻത ലഹൽ കലാം വ അത്അംതഹ തആം ലതദ്ഖുലന്നൽ ജന്ന, എങ്കിൽ ആ ഉമ്മയോടുള്ള സംസാരം നീ മയപ്പെടുത്തുക. ഇതാ അലൻത ലഹൽ കലാം, സംസാരം ഉമ്മയോട് മയപ്പെടുത്തി സംസാരിക്കുക. വ അത്അംതഹ തആം, ഉമ്മാക്ക് നീ തിന്നാൻ കൊടുക്കുക, ഭക്ഷണം നൽകിയാൽ നീ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ബുഖാ ഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളുടെ ദ്രോഹം കാരണത്താൽ മാതാപിതാക്കൾ കരയുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കടുത്ത പാപാണ്. ഇവിടെ ഈ കരഞ്ഞതാര് ഉണ്ട്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു എന്ന് മാത്രമല്ല, കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച കെട്ടു. അത് എന്ത് കാരണത്താലാണ്? മക്കളുടെ ദ്രോഹം കാരണത്താലാണ്. അത് ഒരു ദിനോ 2 ദിനോ അല്ല, പിന്നെയോ വർഷങ്ങളുടെ കരച്ചിലിൻ്റെ വിഷയമാണ്. അപ്പോൾ എത്ര കടുത്ത തെറ്റാണ് ഇവരിൽ നിന്ന് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്നിട്ടും വാപ്പ മാപ്പിന് വേണ്ടിയിട്ട് തേടി, പിന്നെ വാപ്പ അള്ളാഹുവിൽ അവരിൽ പ്രതീക്ഷ ജനിപ്പിച്ചു എന്നുള്ള വിഷയം മനസ്സിലായി. ഇങ്ങനെ നമ്മുടെ ഈ വിശുദ്ധ വചനങ്ങൾ ഇതുപോലത്തെ കുറേ സുന്ദരമായ ആശയങ്ങളെ നമുക്ക് കനിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇനി ഇവിടെ നോക്കി, ഫലമ്മ ദഖലു അലാ യൂസുഫ ആവ ഇലൈഹി അബവൈഹി വഖാല ദഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. ഫലമ്മ ദഖലു, അവർ പ്രവേശിച്ചപ്പോൾ, ലമ്മ ദഖലു അവർ പ്രവേശിച്ചപ്പോൾ, ഇതിപ്പോൾ ആരാ ഈ ദഖലു? അവർ പ്രവേശിച്ചപ്പോൾ ആരാ? വാപ്പയും ഉമ്മയും സഹോദരങ്ങളും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവർ കനാനിൽ നിന്ന് വരികയാണ്. ഷാമിൽ കനാൻ ദേശത്തിൽ നിന്ന് അവർ വരികയാണ് ഇവിടേക്ക്, മിസ്റിലേക്ക്. അങ്ങനെ ഫലമ്മ ദഖലു അലാ യൂസുഫ, അവർ യൂസുഫിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ, ആവ ഇലൈഹി അബവൈഹി, ആവ ഇലൈഹി എന്ന് പറഞ്ഞത് ആവ ഇലൈഹി എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ആവ ഇലൈഹി നമുക്ക് ഒരിക്കൽ വന്നില്ലേ? എവിടെ വന്ന്? സഹോദരനെ അണച്ചു പൂട്ടി എന്ന് പറഞ്ഞില്ലേ, അതാണ് ആവ ഇലൈഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നിലേക്ക് ചേർത്ത് പിടിച്ചു, അണച്ചുകൂട്ടി, അതാണ് ആവ ഇലൈഹി അബവൈഹി. അബവൈഹി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ അബവൈഹി, അദ്ദേഹത്തിൻ്റെ അബവൈ മാതാപിതാക്കളെ തന്നിലേക്ക് അദ്ദേഹം ചേർത്ത് നിർത്തി, ചേർത്ത് പിടിച്ചു, അണച്ചുകൂട്ടി. നമുക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വരാം. വഖാല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉദ്ഖുലു മിസ്ര, ഉദ്ഖുലു മിസ്ര, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക, മിസ്ര എവിടേക്ക്? മിസ്റിലേക്ക്, ഇൻഷാ അല്ലാഹു ആമിനീൻ, ഇൻഷാ അല്ലാഹ് ആമിനീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ നിർഭയരായി. ഇവിടെ പിന്നെ കനാൻ ദേശത്തിൽ നിന്ന് ഇവർ വന്നു, വാപ്പിമ്മി സഹോദരങ്ങളും വന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ കൊട്ടാരത്തിൽ വെച്ചാണോ ഈ ആദ്യമായിട്ട് സ്വീകരിക്കുന്നത്? കൊട്ടാരത്തിൽ വെച്ചാ അല്ല, കൊട്ടാരത്തിൽ വെച്ചല്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ഖുലു മിസ്ര എന്ന് പറയണമെങ്കിൽ അവിടെ പോയിട്ടുണ്ട്, ബോർഡറിലേക്ക് പോയിട്ടുണ്ട്, അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. തൻ്റെ വാപ്പയെയും ഉമ്മയെയും വിശിഷ്യ
സ്വീകരിക്കാൻ വേണ്ടി ഒരിക്കലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലല്ല, പിന്നെയോ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് അതിർത്തിയിലേക്ക് പോയി. അതുകൊണ്ടാണ് ഉദ്ഖുലു മിസ്ര പറഞ്ഞത്, നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കും. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വൈയക്തികമായിട്ട് ഉള്ള ഒരു വിഷയമാണ് ഇത്, മാതാപിതാക്കളെ അവരൊക്കെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ഈജിപ്തിൻ്റെ അന്നത്തെ സാഹചര്യം അതാണ്. അതില്ല എങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്ന് കനാനിലേക്ക് പോയിട്ട് വാപ്പനെയും മേനെയും കൊണ്ടുവരണം. പക്ഷെ അത് പറ്റൂല. കാരണം എന്തുകൊണ്ട്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടിൻ്റെയും അവിടുത്തെ ആളുകളുടെയും ഉത്തരവാദിയാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു മിസ്റിൽ നിന്ന് അതിൻ്റെ അതിർത്തിയിലേക്ക് പോയിട്ട് ഇവരെ അവിടുന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ അവിടെ ആ അതിർത്തിയിൽ വെച്ച് കണ്ട മാത്രയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ഈ മിസ്റിൻ്റെ എല്ലാമാണ്. പക്ഷേ അദ്ദേഹം മാതാപിതാക്കളുടെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇലൈഹി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു, അണച്ചുകൂട്ടി. ആരെ? അബവൈഹി, അദ്ദേഹത്തിൻ്റെ പിന്നെ വാപ്പയെയും ഉമ്മയെയും മാതാപിതാക്കളെ. അവിടെ ഈ അബവാനി അൽ അബവാനി എന്താ? അൽ അബവാൻ, അബവാനി ആരാ? അൽ അബു എന്നാണ് ആരാ? വാപ്പ അല്ലേ? പിന്നെ അൽ അബു ഇതല്ലേ അൽ അബവാനി. ഇവിടെ എങ്ങനെയാണോ ഉദ്ദേശം? അൽ അബവാനി എന്നാണ്. ഇവിടെ അൽ അബു സായിദ് ആരാ? അൽ ഉമ്മു ആണ് അല്ലേ? അൽ അബു സായിദ് അൽ മീൻ വാപ്പയാണ് അൽ അബവാനി. ഉണ്ടോ ഇവിടെ അബവാനി എന്നാണ്. അതിപ്പോൾ ഈ സന്ദർഭത്തിൽ അബവൈനിഹി ഉണ്ടോ, ഹി എന്നതിലേക്ക് ചേർത്തപ്പോൾ ഇവിടെ ന്യൂന് പോയതാണ്. ഇങ്ങനെ ഉള്ള ഈ ഇതിനെ അൽ മുസന്ന അൽ മുത്തലാസിം എന്നാണ് പറയുക. അൽ മുസന്ന അൽ മുത്തലാസിം, ദ്വിവചനം. ഇത് ദ്വിവചനാണ്. ഇങ്ങനെ ശരിക്ക് ഇപ്പം ഉണ്ടല്ലോ, വലതുൻ സായിദ് വലത്, വലത് അതാണെന്ത്? വലദാനി. ബിന്ത് പിന്നെ റജുൽ സായിദ് റജുലാനി, അതാണ് ദ്വിവചനം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അൽ അബു സായിദ് അൽ അതാണ് അൽ അബവാനി. ഇതിന് വ്യാകരണത്തിൽ അല്ലെങ്കിൽ ഭാഷയിൽ ലുഗയിൽ അൽ മുസന്ന അൽ മുത്തലാസിം എന്ന് പറയും. ഇങ്ങനെ കുറേ ഉണ്ട്. അവിടെ നമ്മൾ പിന്നെ അത് മനസ്സിലാക്കിയിട്ട് അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ ആകെ പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് അൽ ഉമറാനി എന്ന് പറയും. അൽ ഉമറാനി എന്താ? അൽ ഉമറാനി രണ്ട് ഉമറോ ഉമറാക്കളോ? അല്ല, അബൂബക്കറും ഉമറും. അബൂബക്കർ ഉമർ രണ്ട് സഹാബികളെ അൽ ഉമറാനി എന്നാണ് പറയുക ചില. അതുപോലെ അൽ ഹസനാനി എന്ന് പറയും. എന്താ അൽ ഹസനാനി? ഹസനും ഹുസൈനും, അവരെക്കുറിച്ച് അൽ ഹസനാനി എന്നാണ് പറയുക, അൽ ഹസനാനി. അതേപോലെ അൽ ഖലീലാനി എന്ന് പറയും. അൽ ഖലീലാനി ആരാ? അൽ ഖലീലാനി ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതേപോലെ പിന്നെ ഇതിപ്പോൾ വ്യക്തികളെ മാത്രമല്ല, അൽ മറുവത്താനി എന്ന് പറയും. അൽ മറുവത്താനി എന്താ? അൽ മറുവത്താനി അസ്സഫ വൽ മർവ, അസ്സഫ വൽ മർവ. അൽ യമാനിയാനി എന്ന് പറയും. അൽ യമാനിയാനി ഹദീസിൽ തന്നെ പ്രയോഗമുണ്ട്. എന്താ അൽ യമാനിയാനി? റുക്കുനുൽ യമാനിയും കഅബത്തിൻ്റെ റുക്കുനുൽ യമാനി മൂല, അവിടെ നമ്മൾ തടവുക. പിന്നെ അടുത്ത മൂല റുക്കുനുൽ ഹജറുൽ അസ്വദിൻ്റെ മൂല, അതിന് അൽ യമാനിയാനി എന്ന് പറയും. പിന്നെ അഷാമിയാനി എന്ന് പറയും. അഷാമിയാനി എന്താ? ഷാമിയാനി ഷാമിയാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഅബത്തിൻ്റെ മറ്റേ രണ്ട് മൂല, റുക്കുനുൽ ഇറാഖിയും റുക്കുനു ഷാമിയും. ഒരു മൂലക്ക് റുക്കുനു ഷാമി എന്നാണ് പറയുക, മറ്റേതിന് റുക്കുനുൽ ഇറാഖി എന്നാണ് പറയുക. റുക്കുനുൽ ഇറാഖി, റുക്കുനു ഷാമി, ഇതിന് അഷാമിയാനി എന്നാണ് പറയുക. കഅബത്തിൻ്റെ മറ്റേ രണ്ട് മൂലകൾ, 4 മൂലകളല്ലേ. ഇതേപോലെ ഇങ്ങനെ പിന്നെ കുറേ പ്രയോഗങ്ങളുണ്ട് അതിൽ. അൽ അമറാനി എന്താ? അൽ അമറാനി അമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും ജുഗുപ്സാവഹം, കൈപ്പുറ്റത് എന്നൊക്കെയാണ് അർത്ഥം. അൽ അമറാനി ദാരിദ്ര്യത്തിനും
വയസ്സ് വാർദ്ധക്യത്തിനാണ് പറയുക അൽ അമറാൻ. അതുപോലെ അൽ അസ്ഗറാൻ. എന്താ അൽ അസ്ഗറാനി? രണ്ട് അസ്ഗറല്ല. അൽ അസ്ഗറാനി എന്ന് പറഞ്ഞെങ്കിൽ നാവും കൽബും, നാവിനും കൽബിനുമാണ് അൽ അസ്ഗറാനി എന്ന് പറയുക. നമ്മളിവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടത്, ഒരു വ്യക്തി, അയാളുടെ പേര് ദംറ ഇബ്നു ദംറ അത്തമീമി എന്ന് പറയുന്നത്. ദംറ ഇബ്നു ദംറ അത്തമീമി. അദ്ദേഹം ഈ അൽ മുൻദിർ ഇബ്നു നുഅ്മാൻ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ദംറ, അദ്ദേഹത്തിൻ്റെ ധിഷണ, അദ്ദേഹത്തിൻ്റെ സംസാര വൈഭവം, ഇതിലൊക്കെ. പക്ഷെ പിടികിട്ടാപ്പുള്ളിയാണ്. ഒരിക്കലും രാജാവിന് പിടികിട്ടാപ്പുള്ളിയാണ്. അവസാനം സാധാരണ ഒരാളെ പിടിച്ചുകൊണ്ടിരാനൊക്കെ 100 ഒട്ടകങ്ങളൊക്കെ പറയാം. ഇത് ഇരട്ടി ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് പിന്നെ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പാരിതോഷികം നൽകുന്ന പറഞ്ഞിട്ട് വന്നു നോക്കുമ്പോൾ ഇത് ഒരു നിസ്സാരം മനുഷ്യൻ, ഒരു ചെറിയ നിസ്സാരമായൊരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ രാജാവിന് ആകെ ഇയാൾക്കപ്പം ഇരട്ടി ഇനാം പ്രഖ്യാപിച്ച് അയാളെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ പിടികിട്ടാപ്പുള്ളി ഭയങ്കര കേളിയുള്ള ആളാണ്, വളരെ പ്രസിദ്ധനാണ്. പക്ഷേ രാജാവിന് ഒരിക്കലും മൂപ്പര് പിടി കൊടുത്തില്ല. അതുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ട് മൂപ്പരോട് വരാൻ പറഞ്ഞത്. വന്നു നോക്കുമ്പോൾ അല്ലേ, പിന്നെ മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ ഈ നഖാർ ഇബ്നു ഔസ് അൽ ഉദരി എന്ന് പറയുന്ന വ്യക്തി വന്നു എന്നാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്. വന്നു നോക്കുമ്പോൾ മൂപ്പരെ വളരെ ഒരു നിസ്സാരമായിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അയാളൊരു ധരിച്ച ഡ്രസ്സ് ഉണ്ടല്ലോ ഒക്കെ വളരെ മോശമാണ്. വളരെ മോശമായ ഡ്രസ്സിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഈ കോലത്തിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, പിന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ ഒരാളോട് ഒരു വശ്യതയും സംസാരിക്കാനുള്ള ഒരു ഇതും ഒക്കെ മനസ്സ് വരുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, അമീറുൽ മുഅ്മിനീൻ ലാ തുകല്ലിമുകൽ അബായത വലാകിൻ യുകല്ലിമുക മൻ ഫീഹ. നിങ്ങളോട് വസ്ത്രമല്ല സംസാരിക്കുന്നത്, വസ്ത്രത്തിലുള്ള ആളാണ് സംസാരിക്കണതെന്ന് പറഞ്ഞു. വസ്ത്രം കണ്ടിട്ടാണ് ഇപ്പോൾ പരിഗണിക്കാതിരുന്നത്. അങ്ങയോട് വസ്ത്രമല്ല സംസാരിക്കുന്നത്, വസ്ത്രത്തിലുള്ള ആളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതോടുകൂടി മുആവിയ റളിയല്ലാഹു ആകെ അദ്ദേഹത്തിൽ ഭയങ്കര മതിപ്പുളവായി എന്നാണ്. ഇതേപോലെയാണ് ഈ ദംറ വന്ന് നിന്നപ്പോൾ ഈ പിന്നെ നുഅ്മാൻ രാജാവിന് ഇതൊരു നിസ്സാരമായിട്ട് തോന്നി. പക്ഷേ ദംറ പറയാണ്, അയ്യുഹൽ മലിക് ഇന്നമർ റിജാലു ബിൽ അസ്ഗറൈൻ, ഇന്നമർ റിജാലു ലാ തുകാലു ബിൽ ഖുഫ്സാൻ വലാ തൂസൻ ബിൽ മീസാൻ വലാ ബി മുസൂക്കിൻ യുസ്തസ്ഖാ ബിഹ. ആണുങ്ങളെന്ന് പറഞ്ഞാൽ രാജാവെ തുലാസിൽ തൂക്കി കണക്കാക്കുന്ന ഒരു വകുപ്പല്ല. അതേപോലെ തന്നെ ഖുഫ്സാനിൽ അളവ് പാത്രത്തിൽ കോരി അളക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ വെള്ളം കുടിപ്പിക്കുന്ന എന്തെങ്കിലും അങ്ങനത്തെ ഒരു പാത്രമല്ല. ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നമ റിജാലു ബി അസ്ഗറൈഹി ഇദാ സാല ബിൽ ജിനാൻ വ ഇദാ ഖാല ബിൽ ലിസാൻ. യുദ്ധം ചെയ്താൽ മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യും, പറഞ്ഞാൽ നാവുകൊണ്ട് പറയും. ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അളന്ന് കണക്കാക്കപ്പെടുന്ന ഒരു വകുപ്പേ അല്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയാണ്, ഹുക്കലി കൗമിക് ഐ യുസവ്വിദക്. നിങ്ങളുടെ ജനത നിങ്ങളെ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾ തന്നെയാണ് നിങ്ങളെന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവും പിന്നെ കൽബാണ്. അത് ഇന്നമ റിജാലു ബി അസ്ഗറൈ അൽ അസ്ഗറാൻ എന്ന് പറഞ്ഞാൽ നാവ് കൽബ്, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതേപോലെ അൽ അസ്ഫറാൻ. എന്താ അൽ അസ്ഫറാൻ? ഇങ്ങനെ പറയും. അസ്ഫറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കുമം, സ്വർണം. കുങ്കുമം, സ്വർണം. കുങ്കുമത്തിന് വില ഉണ്ടില്ലേ, സ്വർണത്തിൻ്റെ അതേ വില വരൂല്ലേ. അൽ അസ്ഫറാൻ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളാരും നിസ്കരിക്കരുത്. എപ്പോൾ അല്ല, നിസ്കരിക്കരുത്. യുദാഫിഉഹുൽ അഖ്ബസാൻ അൽ അഖ്ബസാനി. എന്താ അൽ അഖ്ബസാനി പറയും? അഖ്ബസാനി രണ്ട് അഖ്ബസുകൾ, അതാണ് അൽ അഖ്ബസാൻ. അത് അലട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറയാണ്.
മലമൂത്ര വിസർജനം, മൂത്രവിസർജനം, മലവിസർജനം, അതാണ് അൽ അഹ്ബസാൻ. ഇതിന് മുട്ടുണ്ടായിരിക്കെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ അൽ അഹ്ബസാൻ എന്ന് പറഞ്ഞാൽ എന്താ? മലവിസർജനം, മൂത്രവിസർജനം അതിന് പറയണതാണ്. ഇതേപോലെ തന്നെ അൽ ബുർദൈൻ. അൽ ബുർദൈൻ എന്താ? അൽ ബുർദാൻ, അൽ ബുർദാൻ ദുഹറും അസറും അല്ലേ? ദുഹറും അസറല്ലേ? അൽ ഇശാആനി. അൽ ബുർദാൻ ദുഹറും അസർ. അൽ ഇശാആനി എന്താ? അൽ ഇശാആനി മഗ്രിബും ഇശയുമാണ്. അൽ ഇശാആനി. ഇതേപോലെ കുറേ ഉണ്ട് ഇങ്ങനെ. ഇതിന് ആണ് പറയാ അൽ പിന്നെ അഖ്ശബാൻ. അഖ്ശബാൻ എന്താ? അഖ്ശബൈനി, അഖ്ശബാനി. അഖ്ശബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈഖിയാൻ, അബു ഖുബൈസ് മലകളാണ്. അബു ഖുബൈസ് അവിടെ, കുവൈഖിയാൻ അവിടെ മക്കത്ത് സഫ മലയുടെ നേരെ അതിന് ലംബമായിട്ട് ഇന്ന് ഇപ്പോഴത്തെ രാജകൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതിനെ നിരത്തിയിട്ടാണ്. ആ മലക്കാണ് അബി ഖുബൈസ് മല എന്ന് പറയാം. അതിന് നേരെ പുറത്ത് മർവയോട് ചേർന്നുള്ള വലിയ മല, അതാണ് ഖുവൈഖിയാൻ. ഈ രണ്ട് മലകൾക്കാണ് അൽ അഖ്ശബാൻ എന്ന് പറയാം. അഖ്ശബാൻ. നിസ്ലാസ്ലമ തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അഖ്ശബൈൻ കൊണ്ടുവന്നിട്ട് തായിഫുകാരെ മുകളിലേറിയെന്ന് പറഞ്ഞില്ലേ? അഖ്ശബാൻ. അത് രണ്ട് മലകൾ, അബി ഖുബൈസും അതേപോലെ ഖുവൈഖിയാനും. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനാണ് അൽ മുസന്ന അൽ ലാസിം എന്ന് പറയാം. അതാണ് ഇവിടെ ഈ അബവാൻ, വാപ്പയും ഉമ്മയും, രണ്ട് വാപ്പാർ എന്നുള്ള അർത്ഥത്തിൽ വാപ്പയും ഉമ്മയും. പിന്നെ ദഖലു അല യൂസുഫ ആവാ ഇലൈഹി അബവൈഹി, തൻ്റെ അബവൈനിയെ വാപ്പയെയും ഉമ്മയെയും അദ്ദേഹം അണച്ചുകൂട്ടി ചേർത്ത് പിടിച്ചു. ഇവിടെ വാപ്പയും ഉമ്മയും എന്ന് പറയുമ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയാണോ? ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ റാഹേൽ അവർ ബിനിയാമീന് ജന്മം നൽകിയപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാഹേലിൻ്റെ സഹോദരി ലിയ അല്ലെങ്കിൽ റാഷീൽ, അവരെയാണ് ആര് കല്യാണം കഴിച്ചത്? പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചത്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയും പിന്നെ ആരാ? ഉമ്മ പറഞ്ഞാളേമ്മ. ഞങ്ങൾ മലപ്പുറത്തറിയും വാപ്പട്ടികളേമാന്ന് അല്ലേ? ഇത് പിന്നെ ശരിക്ക് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയാണ്, പിന്നെ ഇളയമയാണ്. ഇനിയിപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അബവൈനി പ്രയോഗിക്കുമ്പോൾ അബും ഉമ്മുമാണ് അല്ലേ? അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ റാഹീൽ തന്നെയാണ് എന്നാണ് പിന്നെ ചിലർ പറയുന്നത്. ഉമ്മ എന്ന് പറഞ്ഞെങ്കിലും ഉമ്മൻ്റെ സഹോദരി അൽ ഖാലത്തു ബി മൻസിലത്തിൽ അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മൻ്റെ സഹോദരി ഉമ്മൻ്റെ സ്ഥാനത്താണ്, സ്ഥാനത്താണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ അബവൈഹി എന്നുള്ളിടത്ത് വാപ്പയും ഉമ്മയും, അതിന് ഉമ്മൻ്റെ സഹോദരി വാപ്പ കല്യാണം കഴിച്ച മറ്റേ ഒരു ഭാര്യ എന്ന അർത്ഥത്തിലായാലും അതിൽ പ്രശ്നമൊന്നുമില്ല. ഏതായാലും അവരിരുവരെയും എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നിലേക്ക് ചേർത്തു എന്നാണ്. ചേർത്ത് പിടിച്ചു, അണച്ചുകൂട്ടി എന്നുള്ളതാണ്. അവരെ കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു, ആലിംഗനം ചെയ്തു എന്നുള്ളൊക്കെ വിഷയം. മാത്രമല്ല വക്കാൽ അദ്ദേഹം പറഞ്ഞു ഉദ്ഖുലു മിസ്ര. എന്താ ഉദ്ഖുലു മിസ്ര? ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക മിസ്ര. മിസ്ര എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക്, മിസ്റിലേക്ക് പ്രവേശിക്കുക. അവിടെ വിശുദ്ധ ഖുർആനിൽ മിസ്ര ഉണ്ടല്ലോ, ഇത് 5 തവണ വന്നിട്ടുണ്ട്. ഒരു തവണ മിസ്രൻ എന്നാണ്, മിസ്രൻ. 4 തവണ മിസ്ര എന്നാണ്. എന്താ മിസ്രയും മിസ്രനും തമ്മിൽ വ്യത്യാസം? എന്താ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഈ എഴുതിയതും ഇതും തമ്മിൽ വ്യത്യാസം? മിസ്ര എന്നുള്ളതും മിസ്രൻ എന്നുള്ളതും വ്യത്യാസം എന്താ? ഇത് തൻവീനുണ്ട്, ഇതിൽ തൻവീനില്ല. തൻവീനുള്ളത് കാരണത്താൽ അവിടെ ഇഹ്ബിത്തു മിസ്രൻ എന്നാണ്. ഇഹ്ബിത്തു മിസ്രൻ. മിസ്ർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന് പറയും, പട്ടണത്തിന് മിസ്ര എന്ന് പറയും. ചില രാജാക്കന്മാരെന്തെങ്കിലും
പിന്നെ ചില ആളുകൾ എന്തെങ്കിലും അവിവേകം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും യഹ്ദിമു മിസ്റൻ വയബിനി ഖസറൻ. യഹ്ദിമു മിസ്റൻ വയബിനി ഖസറൻ. എന്താ ഖസർ ആണ്? എന്താ? കൊട്ടാരം. യഹ്ദിമു മിസ്റൻ, ഒരു പട്ടണത്തെ തകർത്തിട്ട് യബിനി ഖസറൻ, ഒരു കൊട്ടാരത്തെ പണിയുന്നു. തലയുമല്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നതാണത്. അയാൾ യഹ്ദിമു മിസ്റൻ, മിസ്റിനെ തകർത്തിട്ട് യബിനി ഖസറൻ, കൊട്ടാരത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയും. അവിടെ മിസ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണം. അപ്പോൾ ഇഹ്ബിത്തു മിസ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏതെങ്കിലും പട്ടണത്തിൽ പോയിട്ട് നിങ്ങൾ ഇറങ്ങി പാർത്തോളൂ. ഫൈനലക്കും മസാലത്തും ഇസ്രായേലരോട് പറഞ്ഞില്ലേ, അവർ ഇസ്രായേലർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ, ലാ നസ്ബിറു അലാ തആമിൻ വാഹിദിൻ, ഒരേ ഭക്ഷണത്തിൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ആകൂല, അതുകൊണ്ട് ദുഅലന റബ്ബക, റബ്ബിനോട് ദുആർക്ക്, ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ച് പറഞ്ഞതാണ് ഇഹ്ബിത്തു മിസ്റൻ, ഏതെങ്കിലും നാട്ടിൽ പോയി പാർത്തോളി എന്ന്. അവിടെ മിസ്റൻ എന്നുള്ളത് ഏതെങ്കിലും പട്ടണം എന്ന അർത്ഥത്തിലാണ്. പക്ഷേ 4 തവണ പറഞ്ഞത് മിസ്ര എന്നാണ്, തൻവീനില്ലാതെ. അവിടെ ഉദ്ദേശം എന്താണ്? മിസ്ർ എന്നാടാ? മിസ്ർ. നമ്മൾ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ അറിയാൻ വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രം, അല്ലെങ്കിൽ മിസ്രാന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. മിസ്ർ എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. മിസ്ർ അത്ഭുതങ്ങളുടെ നാടാണ്. പല വിഷയങ്ങളാലും അത്ഭുതങ്ങളുടെ നാടാണ് മിസ്ർ. സിഹറും റഹിമും ഉള്ള നാടാണ് മിസ്ർ എന്നാണ് പറയാൻ. മിസ്രാശ്രമം നിങ്ങൾ പറഞ്ഞില്ലേ, മിസ്രികൾ വരും, പിന്നെ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം, അവർക്ക് നേരെ നമുക്ക് എന്തുണ്ട്, റഹീമും ഉണ്ട് സിഹറും ഉണ്ട് എന്ന് പറഞ്ഞേ. എന്താ റഹീം? റഹീം രക്തബന്ധം, സിഹർ എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധം. എന്താ മിസ്റിനോടുള്ള റഹീം? അതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോകണം. ഹാജർ അലൈഹി അസ്സലാം ആരാ? മിസ്ർ, അവർ കിബ്തിയത്താണ്. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം കിബ്തിയത്താണ്. കിബ്തിയ എന്ന് പറഞ്ഞാൽ മിസ്റിലെ അടിസ്ഥാന വർഗ്ഗമാണ്. രാജാവിൻ്റെ അന്നത്തെ ഫിറഔൻ്റെ മകളാണ് ഹാജർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും സാറ അലൈഹി സ്വലാത്തു വസ്സലാമയിലും കൗതുകം പൂണ്ട് ആശ്ചര്യപ്പെട്ട് അവർക്ക് ആദരപൂർവ്വം സമ്മാനിച്ചതാണ് ഹാജറിനെ. മനസ്സിലായി? പിന്നെ സാറ ഹാജറിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി. അതിനാണ് ഇസ്മായിൽ കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ഹാജർ ആരാണ്? അവർ അടിമ സ്ത്രീയായിരുന്നു. അവർ മിസ്റിലെ അടിമയായി മാറിയതാണ്. പക്ഷേ അവർ മിസ്റിലെ കിബുത്തിയത്തായ സ്ത്രീയാണ്. കിബുത്തിയ എന്ന് പറഞ്ഞാൽ മിസ്റിൻ്റെ അടിസ്ഥാന വർഗ്ഗമാണ് അവർ. അപ്പോൾ ആ നിലക്ക് അതാണ് റഹീം. പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളത്. അദ്നാനികളുടെ കമ്മാർ ഹാജറാണ് അലൈഹിസ്സലാം. പിന്നെ കഹ്താനികൾ ജുർഹും ഗോത്രം കഹ്താനികളാണ്. അവരല്ലേ എവിടെ വന്ന് പാർത്തത്? ഹാജറും ഇസ്മായിലും മക്കയിൽ സംസം നിർഗളിച്ച് സംസം നിർഗളിച്ച് അവിടെ പിന്നെ ജലസാന്നിധ്യം ഉണ്ടായപ്പോൾ പറവകൾ പാറാൻ തുടങ്ങി. അപ്പോഴാണ് അതുവരെ ആരും തിരിഞ്ഞു നോക്കാത്ത ആ ഭാഗത്തേക്ക് യാത്രാസംഘം വരുന്നത്. ജുർഹും ഗോത്രം യമനിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോൾ ഈ പക്ഷികളുടെ പറക്കലും കാര്യമൊക്കെ കണ്ടപ്പോൾ അവിടെ വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ വെള്ളം. ഹാജർ എന്ന് പറയുന്ന മഹദി, പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ജുർഹം ഹാജറിനോട് സംബന്ധം ചോദിച്ചു, എന്നിട്ട് അവിടെ പാർത്തു. അങ്ങനെ ജുർഹുമിൽ നിന്ന് ഇസ്മായിൽ കല്യാണം കഴിച്ചു. കണ്ടോ? അപ്പോൾ ജുർഹും കഹ്താനികളിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു. അതോടുകൂടി നോക്കൂ നിങ്ങൾ, ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം അവർ ആർക്കൊക്കെ കണ്ണിയായി. അതാണ് ആ രക്തബന്ധം. പിന്നെ വിവാഹിക ബന്ധം എങ്ങനെ? സിഹിർ, റഹിം രക്തബന്ധം. സിഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാദ്, അത് വൈവാഹിക ബന്ധമാണ്. എങ്ങനെ വൈവാഹിക ബന്ധം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മാരിയ, മാരിയത്തുൽ ഖിബ്തിയ്യ. ഷുഫ്, മാരിയ അൽ ഖിബ്തിയ്യ. കണ്ടോ? ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ഖിബ്തിയത്താണ്. അതേപോലെ പിന്നെ മാരിയ ഖിബ്തിയത്താണ്. അവർ മിസ്രിയത്താണ്. അവരെയും മാരിയയെയും സഹോദരി സീരീനെയും മുഖൗഖിസിലെ രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിച്ചതാണ്. ഷുഫ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹാജറിനെ സമ്മാനിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറെ കല്യാണം കഴിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരിയയെ സമ്മാനിച്ചു മിസ്റിൽ നിന്ന്. ഇസ്കന്ദരിയയിലെ മുഖൗഖീസ് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാരിയയെ ഭാര്യയായി സ്വീകരിച്ചു. അതിനാണ് ഇബ്രാഹിം കുട്ടി ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ മാരിയയിലൂടെ സിഹിർ, വൈവാഹിക ബന്ധം, അതേപോലെ തന്നെ ഹാജറിലൂടെയും വൈവാഹിക ബന്ധം. ഒപ്പം ഹാജർ ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിലിൻ്റെ ഉമ്മയാണ്. ഇസ്മായിലാണ് പിന്നെ അറബികളുടെ പിതാവ്. ആ അടിമയായിട്ടാണ് ആക്കിയിട്ടാണ് കൊടുത്തത്. ആദരപൂർവ്വം അവർക്ക് സേവകരായിട്ടാണ് കൊടുത്തത്. സാറക്കും പ്രത്യേകിച്ച് സാറക്ക് സേവനത്തിനാണ് ഖാദിമത്തായിട്ടാണ് കൊടുത്തത്. പിന്നെ ആര്? അന്നത്തെ ഫിറഔൻ. ആ ഫിറഔൻ ഭയങ്കര ദുഷ്ടനായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയും ഫലസ്തീനിൽ നിന്ന് മിസ്റിലേക്ക് ഹിജറ പോയി. സാറ വളരെ സുന്ദരിയായിരുന്നു സാറ അലൈഹി സ്വലാത്തു വസ്സലാം. അവരുടെ സൗന്ദര്യമാണ് പിന്നീട് പേരക്കുട്ടി യൂസുഫിൽ വന്നത് എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കും. എന്തായാലും ഇതിൽ സാറയെ കണ്ടപ്പോൾ പിന്നെ ഇത് ആരാ ചോദിക്കണം ഇബ്രാഹിമിനോട്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അത് യൂഖ്തി, എൻ്റെ സഹോദരിയാണെന്ന് പറയണം. ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത് പിടിക്കും. സഹോദരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു കാവലുണ്ട്. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സാറയോട് പറയുന്നുണ്ട്, ഞാൻ സഹോദരി എന്ന് പറഞ്ഞത് ഈ ആദർശത്തിലെ സഹോദരി, ഈ ഭൂമിക്ക് ഉപരിയിൽ ഞാൻ കൊണ്ടുവന്ന ആദർശത്തിൽ നിങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് എൻ്റെ ആദർശ സഹോദരി കൂടിയാണ് ആര്? സാറ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ സാറയെ ഇയാൾ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സാറയെ കടന്നു പിടിക്കാൻ അയാളുടെ ദുഷ്ടലാക്കിന് വേണ്ടി. അപ്പോൾ അയാളുടെ കൈ ഇങ്ങനെ മരം പോലെ വിറങ്ങലിച്ച് എന്നാണ്. മരം പോലെ ഇങ്ങനെ വിറങ്ങലിച്ച് സാറയുടെ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹ് കാണിച്ച ഒരു കറാമത്ത്. അപ്പോൾ അയാൾ പറയാണ് സാറയോട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അങ്ങനെ പിന്നെ സാറ ദുആ ചെയ്ത അയാളുടെ കൈ പൂർവ്വസ്ഥിതിയിൽ വന്ന് വീണ്ടും അയാൾ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായില്ല, വീണ്ടും ഇങ്ങനെ നടന്ന്. അപ്പോൾ സാറ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഒരു ബഹുമാനവും അതേപോലെ ഇതുപോലത്തെ ഈ കറാമത്തും ദർശിച്ച ഈ വ്യക്തി അയാൾ ജബ്ബാർ മിനൽ ജബാബിറ എന്നാണ്, ഭയങ്കര ദുഷ്ടനായിരുന്നു എന്നാണ്. പക്ഷേ ഈ കാര്യം അയാൾക്ക് അനുഭവവേദ്യമായപ്പോൾ, ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അയാളുടെ മകളെ ഖാദിമത്തായിട്ട് സമ്മാനിച്ചതാണ് സാറക്ക്. അതാണ് ഹാജർ. അവരാദരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള ചരിത്രമാണത്. അന്നത്തെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ മക്കളെ അങ്ങനെ സേവകയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും ഒരു ആശ്ചര്യമുള്ളൊരു വിഷയമല്ല. എന്തായാലും നമ്മുടെ വിഷയം മിസറിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, ഈ സിഹറിൻ്റെയും റഹിമിൻ്റെയും മാത്രം ചരിത്രമല്ല. മിസറിൻ്റെ ചരിത്രം നമ്മൾ ഏതൊക്കെ നിലക്ക് വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത്ഭുതങ്ങളുടെ മിസർ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വഖാല ഉദ്ഖുലൂ മിസ്ര. മിസ്രൻ എന്ന് പറഞ്ഞില്ല, മിസ്രൻ എന്ന് പറഞ്ഞെങ്കിൽ പട്ടണം, മിസ്ര എന്ന് പറഞ്ഞെങ്കിൽ തൻവീനില്ലാതെ പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആൻ 4 തവണ വന്നതും ആരെ ഉദ്ദേശിച്ചാണ്? മിസ്ർ ദേശത്തെ ഉദ്ദേശിച്ചാണ്. ഉദ്ഖുലൂ മിസ്ര, നിങ്ങൾ മിസ്റിൽ പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ. അള്ളാഹിൻ്റെ തീരുമാനമാണ് നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കൂ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. എങ്ങനെ പ്രവേശിക്കണം? എങ്ങനെ? ആമിനീൻ, നിർഭയരായി പ്രവേശിക്കുക. അത് ഈ ആമിനീൻ എന്നുള്ള അനുബന്ധം പറയാൻ കാരണമുണ്ടല്ലോ. ഇതിനു മുമ്പ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയും ഭാര്യയാണുള്ളത് അല്ലേ? അവർ മക്കളെ പറഞ്ഞയച്ചപ്പോഴൊക്കെ എന്താ ഉണ്ടായത്? മിസ്റിൽ ഉണ്ടായത് എന്താ? ആദ്യം ഒരു കൂട്ടർ പറഞ്ഞയച്ചു, ബിനിയാമീൻ പോയി. പിന്നെ ഒരാൾ പറഞ്ഞയച്ചു, അവിടെ കബീറുഹും അദ്ദേഹം പോയി. പിന്നെ ഇവർക്കുണ്ടായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നക്കും സാരിഖു, നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് പറഞ്ഞ് പിന്നെ അവരൊക്കെ പരിശോധിച്ച് തപ്പി. അതൊക്കെ എന്ത് വിഷയമാണ്? അപ്പോൾ ഇവർക്ക് വരുമ്പോൾ പേടിയുണ്ട്, ഇങ്ങനെ നാട്ടിലേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് ഉദ്ഖുലൂ മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. പേടിക്കേണ്ട ഒരാവശ്യമല്ല, നിർഭയരായിട്ട് നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കും. ആമിനീൻ എന്നാണ് പറഞ്ഞത്. ഇസ്മുഫായിലാണ് അത്. ഇസ്തിമ്രാറിനെ അറിയിക്കും, എന്നെന്നും നിർഭയരായി ജീവിക്കുന്ന അവസ്ഥയിൽ പ്രവേശിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഈ ആമിനീൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ
അമ്നിൻ്റെ പ്രത്യേകതയാണ്. എന്താ ഈ അമ്ന്? എന്താ അമ്ന്? അമ്ന് നിർഭയത്താണ്. നിർഭയത്വം എപ്പോഴും ഏറ്റവും അടിസ്ഥാനമായി മനുഷ്യന് വേണ്ടതെന്താ? നിർഭയത്താണ്. നിർഭയത്തുണ്ടെങ്കിലേ തിന്നാലും കുടിച്ചാലും ഫലമുള്ളൂ. നിർഭയത്തുണ്ടെങ്കിലേ ഇബാദത്ത് എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ ലക്ഷ്യം അത് സാക്ഷാത്കൃതമാകാൻ, സഫലീകൃതമാകാൻ നിർഭയത്വം അനിവാര്യമാണ്. അരക്ഷിതത്വം കളിയാടുന്നിടത്ത് മനുഷ്യ ജീവിതവും ഉണ്ടല്ലോ, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ വിഭാഗത്തൊന്നും ശരിയാവില്ല. മനസാന്നിധ്യം ഉണ്ടാവില്ല, ഭക്തി ഉണ്ടാവില്ല, എപ്പോഴും പേടി പ്രശ്നമായിരിക്കും. ഈ യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, പിന്നെ അതേപോലെ തന്നെ സമരങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നോക്കി നിങ്ങൾ ആളുകൾക്ക് തീർത്തും അസ്വസ്ഥമായിരിക്കും, പേടിയായിരിക്കും, കഴിയില്ല, ജീവിതം സുഖകരാവില്ല. അടിസ്ഥാനമായിട്ട് വേണ്ടത് എന്താണ്? നിർഭയത്താണ്. ഒരു നാട്ടിൽ അമ്നുണ്ടോ അവിടെ പിന്നെ എന്തുണ്ടായിട്ടില്ല മാഫി മുഷ്കിൽ. നിർഭയത്തുണ്ടോ അവിടെ അതുകൊണ്ട് നമ്മൾ ഏതൊരു നാട്ടിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അറേബ്യൻ ഉപദ്വീപിൽ 2 ഹറമുകളിലേക്ക് വരാൻ വരെ നിർഭയത്തുണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. പിന്നെ ഒരു യാത്രാ സംഘം വന്നു, അവർ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ അതിർത്തി ഭേദിച്ചിട്ട് ഹറമുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നിർഭയത്തുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഈ അൽ സൗദ് കുടുംബം ഭരണം നടത്തുന്നത് വരെ ഷെയ്ഖ് മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബും അലിമാം മുഹമ്മദ് ബിൻ സൗദും റഹ്മത്തുള്ളാഹി അലൈഹിമ അവരുടെ നേതൃത്വത്തിലുള്ള ഇവിടെ ഈ നവജാഗരണ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് അറേബ്യൻ ഉപദ്വീപ് തുർക്കികളുടെയും ഈജിപ്തിലെ പാഷമാരുടെയും കീഴിൽ ഇവിടെ അരാജകത്തായിരുന്നു. ഗോത്രവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ കൊള്ള സംഘങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഈ ഒരു ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും സുപ്രധാനം എന്താണ്? ഇന്നും നമ്മൾ ഇവിടെ വായിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ അറേബ്യൻ ഉപദ്വീപ് എന്തായിരുന്നു എന്നുള്ളതാണ്. വളരെ അരക്ഷിതത്വമായിരുന്നു. കൊള്ളിവെപ്പും യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ അതായിരുന്നു ഇവിടെ. ഈ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗഫർ അല്ലാഹു ലഹ എന്ന് പറയുന്നത് എന്തിനാ? ഗിഫാർ ഗോത്രം ഇവിടെ ഉണ്ടായിന്. ഗിഫാർ ഗോത്രം മക്കയുടെയും മദീനൻ്റെ അടിയിലാണ്. മക്കൻ്റെയും മദീനൻ്റെ അടിയിൽ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ മദീനയോട് അടുത്താണ് ഗിഫാർ ഗോത്രം അവർ പാർത്തിയിരുന്നത്. സാലിം ഗോത്രം, ഗിഫാർ ഗോത്രം അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൊള്ളസംഘങ്ങളായിരുന്നു, കൊള്ളയടിക്കുമായിരുന്നു യാത്ര ഗോത്രങ്ങൾ. അതുകൊണ്ടാണ് ഗഫർ അല്ലാഹു ലഹ, ഗിഫാറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്നത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. സാലം അള്ളാഹു ബിഹ, പിന്നെ അള്ളാഹു അതിനോട് സന്ധിയിലാകട്ടെ എന്ന് പറയുന്നുണ്ട്. നസ്രാശ്രമ മതങ്ങൾ ഗിഫാർ ഗോത്രത്തെ കാണുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അപ്പം ഗിഫാർ ഗോത്രത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്താ അപ്പോൾ അവരുടെ വിഷയം ഏതാ? അത് അന്ന് ജാഹിലിയത്തിൽ, ആ ജാഹിലിയത്തിൻ്റെ ഒരു തുടർച്ച പിന്നീട് ഇവിടെ പിൽക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആൽ സൗദ് കുടുംബം ഇവിടെ അധികാരത്തിലേറിയിട്ട് ഇവിടെ ഭരണം, പിന്നെ അൽ സൗദ് കുടുംബത്തിന് 3 തവണ ഭരണം വന്നിട്ടുണ്ട്. ആദ്യം 1-ാം സൗദി ഭരണകൂടം വന്നു, പിന്നെ 2-ാം സൗദി ഭരണകൂടം വന്നു. ആ 1-ാമത്തേതിനെ തുർക്കികൾ പിന്നെ പ്രത്യാക്രമണം നടത്തിയിട്ട് ഉന്മൂലനാശം അതിനെ ഇല്ലാതാക്കി. പിന്നെ 2-ാം സൗദ് ഭരണകൂടം വന്നു, അതിനെ പിന്നെ തുർക്കികളും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിനില്ലാതാക്കി. പിന്നെയാണ് ഇമാം അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ആലു ഫൈസൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പടയോട്ടം വന്നിട്ട് ഇപ്പോഴത്തെ നിലവിൽ 931 അൽ മംലക്കത്തുൽ അറബിയത്തു സഊദിയ ഹറസഹല്ല അതിനെ എന്ത് ചെയ്തത്? ക്രോഡീകരിച്ചത്. ഇതിനൊക്കെ ഇടയിൽ ഇവിടുത്തെ അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അചിന്തിയാണ്. അത്രയും അരാക്ഷിതത്വമായിരുന്നു. പക്ഷേ ഇന്ന് നോക്കി നിങ്ങൾ, നമ്മൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, തെക്ക് നിന്ന് വടക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ പ്രത്യേകത എന്താ? നിർഭയത്താണ്. നിർഭയത്താണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു നാട്ടിലുണ്ടോ? വൈയക്തികമായി അവിടുത്തെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങോട്ട് പ്രശ്നം, അതൊന്നൊരു വിഷയമല്ല. അതൊക്കെ അതിന് പോയിട്ട് ആരെങ്കിലും തല കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വിഷയമാണ്. നമുക്ക് ഏറ്റവും അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം നിർഭയത്താണ്.
അരാജകത്വം കളിയാടുന്ന നാടുകളിലൊക്കെ നോക്കി നിങ്ങൾ ഇബാദത്ത് പോലും നേരാൻ വിധം നടക്കില്ല. 5 വക്ത് നിസ്കാരം നടക്കില്ല. മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കൽ നടക്കില്ല. മസ്ജിദിൽ എത്തിയിട്ട് നിസ്കാരം നടക്കില്ല. ഏതായാലും അതാണ് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ അങ്ങനെ പറഞ്ഞതിൽ അതിൽ പണ്ഡിതന്മാർ എടുത്തു പറയുന്നൊരു വിഷയം അമ്നിൻ്റെ പ്രത്യേകത. ഉദ്ഖുലു മിസ്ര ഇൻഷാ അല്ലാ എന്നാണോ ഇൻഷാ അല്ലാഹു ആമിനീൻ എന്നാണോ? ഇൻഷാ അല്ലാഹ്ക്ക് ബന്ധം ഇതിനോടാണോ ഇൻഷാ അല്ലാഹ്ക്ക് ബന്ധം ഇതിനോടാണോ? രണ്ടും അറിയാം അല്ലേ? ഉദ്ഖുലു മിസ്ര ഇൻഷാ അല്ലാ, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, വേണ്ടുകയാണ്. പിന്നെ വാപ്പ ഉമ്മ സഹോദരങ്ങളെ ഉദ്ഖുലു മിസ്റിലേക്ക് പ്രവേശിച്ചോളൂ. വാപ്പി ഉമ്മയല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ആദരത്തിൻ്റെ പിന്നെ നബിയാണ്, വാപ്പ നബി കൂടിയാണ്. അതുകൊണ്ട് പിന്നെ ആ രീതിയിൽ സംസാരിച്ചു. ഇനി അതല്ല, എന്നും ആമിനി നിർഭയരായിട്ട് കഴിയാം ഇൻഷാ അല്ലാ. അള്ളാഹുവിൻ്റെ നിശ്ചയം ഉണ്ട് എങ്കിൽ നിർഭയരായിട്ട് നമുക്ക് മിസ്റിൽ കഴിയാം. നിങ്ങൾ ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ. കാരണം അവർ ഭയങ്കര പേടിയിൽ തന്നെയാണ് വരുന്നത്. കാരണം മിസ്റിൽ വരുമ്പോഴൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് കാരണത്താൽ തയ്യിബ് فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. ഖലാസ്, നമ്മൾ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്